ഹായ് ഹലോ, ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് ഡേയിലെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റമദാനിലെ എല്ലാ ദിവസവും നമ്മൾ നല്ലോണം പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ. ചില ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചില ദിവസമൊക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്നൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അത്താഴം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിടന്നിട്ടില്ല. കേക്ക് 4 മണിക്ക് കൊടുക്കേണ്ടിയിരുന്നു വൈകുന്നേരം. പിന്നെ അന്നേരം കേക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഒന്ന് കഴിയുമ്പോഴേക്കും സമയം 2:30-3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നല്ലോണം പ്ലാൻ ചെയ്ത് തന്നെ ലാവിഷായിട്ട് ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണുവെച്ച പത്തിരി ഉണ്ടാക്കി. പിന്നെ കുറച്ച് മയണൈസ് അടിച്ചു വെച്ചു. സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മയണൈസും ഈ സോസും ഒക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ തലേദിവസം ഫില്ലിങ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഫില്ലിങ് ഉണ്ടാക്കാനുള്ള സമയമൊന്നും മെനക്കെടുത്തണ്ട. സാൻഡ്വിച്ച് മേക്കറിലാട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ഞാൻ വേഗം ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫും ചിക്കനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി കഴിയുന്ന പരിപാടിയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കണ്ണുവെച്ച പത്തിരിയും കൂടി ഒന്ന് വേഗം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് നൈസ് പത്തിരിനേക്കാളും എത്രയോ സമയം ലാഭമാട്ടോ ഈ കണ്ണുവെച്ച പത്തിരി ഉണ്ടാക്കുമ്പോൾ. പെട്ടെന്ന് പണി കഴിയും. നൈസ് പത്തിരി ആണെങ്കിൽ എനിക്ക് നല്ലോണം സമയം എടുക്കും. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ വേഗം ഒന്ന് ചുട്ട് വെക്കുകയാണ്. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ജ്യൂസും കൂടി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. സാൻഡ്വിച്ച് ആകുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ നേരം ഉണ്ടാക്കിയാൽ മതി. കാരണം അത് ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ ബ്രെഡിലേക്ക് നമ്മുടെ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഫില്ലിങ് കൂടി വെച്ചിട്ട് ഈ സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ സാൻഡ്വിച്ച് മേക്കർ എൻ്റെ കയ്യിൽ ഒരുപാട് നാളായിട്ട്, അതായത് ഒരു 10 വർഷത്തിലും മേലെയായി. എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ അധികമൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഈ ഇടയായിട്ട് ഇപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം ഇവിടെ എണ്ണപ്പലഹാരങ്ങളൊക്കെ ഒന്ന് നിർത്തിയപ്പോൾ ഇപ്പോൾ ഈ സാൻഡ്വിച്ച് മേക്കറിലൊക്കെ തന്നെയാണ് അധികം സ്നാക്സൊക്കെ ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ നമുക്ക് ഫില്ലിങ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ബുൾസൈ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ജസ്റ്റ് തേങ്ങയും പഞ്ചസാരയും ഫില്ല് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താലോ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ. ചൂടോടെ കഴിക്കുമ്പോഴേ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ ലൈറ്റ് കത്തി. അതിൻ്റെ അർത്ഥം നമുക്ക് ആവശ്യത്തിന് ഇത് ടോസ്റ്റ് ആയെന്നാണ്. അപ്പോൾ നല്ല ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഉള്ളവരൊക്കെ ഒന്ന് നോമ്പിനൊക്കെ ഒന്നെടുത്ത് ഉപയോഗിക്കുക. ഞാനൊന്നും ഇത് ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. നോമ്പിനൊന്നും ഈ പരിപാടിയേ ഇല്ലായിരുന്നു. പക്ഷേ ഈ നോമ്പിന് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിവസം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സാൻഡ്വിച്ച് മേക്കറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വേറെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.